ഗ്രീൻ ലൈറ്റ് എനർജി സൊല്യൂഷൻ്റെ ഒരു ഓൺ ഗ്രിഡ് ഇൻസ്റ്റാളേഷൻ വീഡിയോസാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ നമ്മൾ സ്ട്രക്ചർ അതുപോലെ പാനൽ ഇൻസ്റ്റാളേഷനാണ് ഫസ്റ്റ് പാർട്ടായിട്ട് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഇൻവെർട്ടർ, അതിൻ്റെ ACDB DCDB ആ ഒരു സ്ട്രക്ചറിലേക്ക് നമുക്ക് ഇലക്ട്രിക്കൽ സൈഡിലേക്ക് മാറാം. മെയിനായിട്ട് നമുക്ക് ഈ ഒരു സോളാർ ഇൻസ്റ്റാളേഷനിൽ സ്ട്രക്ചർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാനൽ ഇൻസ്റ്റാളേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് UTLൻ്റെ 590 വാട്ട്സിൻ്റെ ടോപ്പ് ഓൺ പാനലാണ്. അതുപോലെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് UTLൻ്റെ തന്നെ ഒരു 10 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സോളാറിൻ്റെ സ്ട്രക്ചർ വർക്ക്, അതുപോലെ പാനൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പാനലിൻ്റെ നമ്മൾ ഉപയോഗിച്ച കേബിൾസ്, അതുപോലെ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഞങ്ങളിപ്പോൾ ഓരോന്ന് 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ ഗ്രീൻ ലൈറ്റിൻ്റെ ഒരു വർക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിലൂടെ അറിയാനും സാധിക്കും. ഇപ്പോൾ പാനൽ മൗണ്ട് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ ജെ-ബോൾട്ട് SS-ൻ്റെ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണിത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തുരുമ്പ് വരുന്ന പ്രശ്നം വരില്ല. അതുപോലെ നമ്മൾ ഇതിൽ ഈ സ്ട്രക്ചറിന് നമ്മളൊരു ബ്ലാക്ക് എപ്പോക്സി കോട്ടിങ് കൂടെ ഇതിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ബാലൻസ് ഉള്ള വർക്ക് ഈ നമ്മൾ ഈ ലെഗിൽ കോൺക്രീറ്റ് ചെയ്ത് അതിനെ മൗണ്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ബാലൻസ് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ജെ-ബോൾട്ട് മൗണ്ട് ചെയ്യുന്നത് നമ്മൾ പാനലിൻ്റെ ഹോളിൽ ഈ ജെ-ബോൾട്ട് മൗണ്ട് ചെയ്ത ഒരു ഇതാണ് നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ. അപ്പോൾ ഇതിൽ ജെ-ബോൾട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പാനൽ പ്രോപ്പറായിട്ട് നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്കിതിലൂടെ ഇതിലെ കേബിൾ വരുന്ന DC കേബിൾ വരുന്ന കോൺഡ്യൂട്ടാണിത്. ഈ കോൺഡ്യൂട്ട് നമ്മൾ ടൈ ചെയ്തിരിക്കുന്നത് അത് SS-ൻ്റെ കേബിൾ ടൈ ആയി. ഈ SS കേബിൾ ടൈ ആയതുകൊണ്ട് തന്നെ അതൊരു കാലത്ത് നമുക്ക് തുരുമ്പ് വരില്ല. അതിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് പാനൽ മൗണ്ടിങ്ങിൽ നമ്മൾ നോക്കേണ്ടതാണ് പാനലിൻ്റെ എർത്ത് കണക്ഷൻ. പാനൽ ടു പാനൽ എർത്തിങ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ലെഗ് അടിച്ചിട്ട് പാനൽ ടു പാനൽ എർത്ത് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു പാനലിൽ എപ്പോഴും നമ്മൾ പാനലിൻ്റെ പുറമെ നമുക്കൊരു കോട്ടിങ് വരുന്നത് കാരണം പാനലും സ്ട്രക്ചറും തമ്മിലുള്ള കോണ്ടാക്റ്റ് കണ്ടക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കണ്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനൽ ടു പാനൽ എർത്ത് ചെയ്യുന്നത്. ഈ പാനൽ ടു പാനൽ എർത്ത് ചെയ്ത കണക്ഷൻ നമ്മൾ എർത്തിങ് കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾക്കിത് കാണാം. ഈ കണക്ഷനിലേക്ക് ഇതിന് ലിങ്ക് ചെയ്യും. ഈ സ്ട്രക്ചറും അതുപോലെ പാനലും തമ്മിൽ എർത്ത് ചെയ്യാൻ ഇവിടെ ഒരു ലിങ്കും കൂടെ നമ്മളിവിടെ എക്സ്ട്രാ വരുന്നുണ്ട്, അതുകൂടെ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാനലിൻ്റെ ഫ്രെയിം പ്ലസ് നമ്മളെ സ്ട്രക്ചർ ഫ്രെയിം ടോട്ടൽ പോയിട്ട് ഒരു എർത്തിങ്ങിലേക്കാണ് കണക്ഷൻ വരുന്നത്. അങ്ങനെ ഒരു എർത്ത് നമ്മൾ വരും. നമുക്ക് ഓൺ ഗ്രിഡിൽ 4 എർത്തിങ്ങാണ് ടോട്ടൽ വരുന്നത്. സ്ട്രക്ചർ എർത്ത്, അതുപോലെ ലൈറ്റ്നിങ്ങിൻ്റെ എർത്ത് വരുന്നുണ്ട്, പിന്നെ AC എർത്ത്, DC എർത്ത്. അപ്പോൾ ഈ സ്ട്രക്ചർ എർത്തിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അടുത്തതാണ് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ എർത്തിങ്. ടോട്ടൽ നമ്മൾ 4 എർത്തിങ്ങാണ് വരുന്നതെന്ന് പറഞ്ഞ് അതിലൊരു സ്ട്രക്ചർ എർത്ത് കഴിഞ്ഞു. ഇനി ലൈറ്റ്നിങ്ങിൻ്റെ ഒരു എർത്തിങ്ങാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മൗണ്ട് ചെയ്തതിൻ്റെ അതാണ് നിങ്ങൾക്ക് കാണാം. ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ 50 സ്ക്വയർ mm കേബിളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഒന്ന് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. SS-ൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ 10 കിലോവാട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലൈറ്റ്നിങ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അവിടേക്ക് കാണാം, അവിടെ ഒരു ലൈറ്റ്നിങ് അറസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്ത് നമുക്ക് കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ലൈറ്റ്നിങ് അറസ്റ്ററും കൊടുത്തിട്ട് ലിങ്ക് ചെയ്താണ്. അപ്പോൾ ഈ സ്ട്രക്ചർ നമുക്ക് ഈ പാനലിൻ്റെ ഒരു ഏരിയയിൽ സ്ട്രക്ചർ, അതുപോലെ അതിലേക്ക് വരുന്ന കേബിള്, ലൈറ്റ്നിങ് അറസ്റ്റർ, പാനൽ ടു പാനൽ എർത്തിങ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യങ്ങൾ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, അതിൻ്റെ എർത്തിങ്, അതിൻ്റെ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടതുള്ളത്. ഇതിൽ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മളെ ഇൻവെർട്ടർ ഇൻസ്റ്റാളേഷൻ, ACDB DCDB, മീറ്റർ ബോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഇൻവെർട്ടറിനെ തന്നെയാണ്. 10 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ്, 10 കിലോവാട്ട് UTL ഇൻവെർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിൽ 12 കിലോവാട്ട് വരെ നമുക്കതിൽ പാനൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇൻസ്റ്റാളേഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ACDB ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ACDBയിൽ വരുന്നത് ABBയുടെ ബ്രേക്കറാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. മെർസനാണ് SPD ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു DB ആണിത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് ഒരു DCDB ആണ്, ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്ന ഒരു DB ആണത്. ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൽ നിങ്ങൾക്ക് കാണാം ABBയുടെ ബ്രേക്കർ, അതുപോലെ ഫ്യൂസ് ബോക്സ്, മെർസനാണ് SPD ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളെ ഇൻസ്റ്റാളേഷനിൽ ഒരു പ്രധാന ഘടകമാണ് നമ്മളെ എർത്തിങ്ങിന് ഉപയോഗിക്കുന്ന കോപ്പർ സ്ട്രിങ്. അത് വയർ ഉപയോഗിക്കുന്നവരുണ്ട്, സ്ട്രിങ് ഉപയോഗിക്കുന്നവരുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സ്ട്രിങ് ആയിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഒരിക്കലും നശിച്ചു പോകില്ല. അതിന് നമുക്ക് ക്ലാവ് പിടിക്കുക അല്ലെങ്കിൽ ഇത് കണക്ഷൻ കട്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. രണ്ടാമത്തേത് DC കേബിൾ. അതും ഒരു പ്രോപ്പർ അപ്പാരൽ ആണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്പനി. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അതുപോലെ നമുക്ക് AC സൈഡിലേക്ക് വരികയാണെങ്കിൽ കേബിൾ കാണാം. കെയിൻ്റെ FRHS കേബിളാണ് ഞങ്ങളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ വരുന്നത് നമ്മൾ മീറ്റർ ബോക്സാണ്. ഇത് എക്സലിൻ്റെ 3 ലെയർ മീറ്റർ ബോക്സാണ്. നല്ല ക്വാളിറ്റിയുള്ള മീറ്റർ ബോക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഐസൊലേറ്റർ വേറെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ബാലൻസ് ഉള്ളതാണ്, ചെയ്യാനുള്ളതാണ്. സ്നൈഡറിൻ്റെ ഒരു MCB വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻസ്റ്റാളേഷൻ ബാലൻസ് ഉള്ളതാണ്. ഇതിൽ നമുക്ക് DC സൈഡ് കംപ്ലീഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എർത്തിങ് ഒരു സൈഡിലൂടെ നമ്മൾ എർത്തിങ് ലൈന് രണ്ട് ലൈന് AC എർത്ത് DC എർത്ത് ലൈന് വൃത്തിയായി ഞങ്ങൾ പൈപ്പ് അടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മേലെ നിന്ന് വരുന്ന ലൈറ്റ്നിങ് അറസ്റ്റർ, സ്ട്രക്ചർ എർത്ത്, അത് ആ ഒരു സൈഡിലൂടെ എർത്തിങ് വേറെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് പ്രോപ്പറായിട്ടൊരു ഇൻസ്റ്റാളേഷൻ വീഡിയോസിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താനുള്ളത്, ഒരു ഓൺ ഗ്രിഡ് ഇൻസ്റ്റാളേഷൻ. അതുപോലെ ഇനി ഹൈബ്രിഡ് ഇൻസ്റ്റാളേഷൻ, ഓഫ് ഗ്രിഡ് ഇൻസ്റ്റാളേഷൻ, ഇങ്ങനത്തെ ഇൻസ്റ്റാളേഷനൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്.